AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഹോങ്കോങ്ങിനോട് തോറ്റതിന് പിന്നാലെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ക്യാപ്റ്റൻ ബൈച്ചിങ് ബൂട്ടിയ. മത്സരം ജയിച്ചിരുന്നെങ്കിൽ കളിക്കാർക്ക് AFF $50,000 ബോണസ് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഫെഡറേഷനെ ബൂട്ടിയ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചത്. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഗോൾരഹിത സമനില വഴങ്ങിയ ഇന്ത്യക്ക് ഹോങ്കോങ്ങിനെതിരെ വിജയം അനിവാര്യമായിരുന്നു. എന്നാൽ ഇന്ത്യ എതിരില്ലാത്ത ഒറ്റ ഗോളിന് തോറ്റു. തോൽവിക്ക് പിന്നാലെ ബൂട്ടിയ AFF പ്രസിഡന്റ് കല്യാൺ ചൗബയോട് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. കളിക്കാർക്ക് ദിവസ അലവൻസായി 2,500 രൂപ പോലും ലഭിച്ചില്ലെന്ന റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു. ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാർക്ക് ക്രിക്കറ്റ് കളിക്കാരെ പോലെ സെൻട്രൽ കരാറുകളില്ല. അവർ ലക്ഷങ്ങളോ കോടികളോ സമ്പാദിക്കുന്നില്ല. അവരുടെ പ്രതിഫലം പ്രധാനമായും ദിവസ അലവൻസിലൂടെയാണ്. അപ്പോഴാണ് $50,000 സമ്മാനമെന്ന പ്രഖ്യാപനം വന്നത്. എവിടെ നിന്ന് അത് വന്നു? ഇനി അവർ ജയിച്ചിരുന്നെങ്കിൽ അടുത്ത 4 മത്സരങ്ങൾക്കും അതേ ബോണസ് നൽകുമായിരുന്നു. ഇവിടെ കൃത്യമായൊരു സംവിധാനമോ തന്ത്രങ്ങളോ ഇല്ല. ഉള്ളതാകട്ടെ വ്യക്തതയില്ലാത്ത ക്രമരഹിതമായ തീരുമാനങ്ങൾ മാത്രവും. കല്യാൺ ചൗബയുടെ നേതൃത്വത്തിലുള്ള 2.5 വർഷം മുതൽ 3 വർഷം വരെയുള്ള കാലം ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഭീകരമായിരുന്നു. കളിക്കളത്തിലെ പ്രകടനങ്ങൾ തീർത്തും മോശമായിരുന്നു. കളത്തിന് പുറത്തുള്ള കാര്യങ്ങൾ കുത്തഴിഞ്ഞ രീതിയിലായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിനു വേണ്ടി അദ്ദേഹം സ്ഥാനമൊഴിയേണ്ട സമയമാണിതെന്നും ബൂട്ടിയ പറഞ്ഞു. 2023 ജൂലൈയിൽ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ 99-ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങളായിരുന്നു ടീമിന്. പരിശീലകനായിരുന്ന ഇഗോർ സ്റ്റിമാച്ചിനെ പുറത്താക്കിയതും 2026 ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് ടീം പുറത്തായതുമെല്ലാം ഇക്കാലത്തായിരുന്നു. 2024 ഒരു ജയം പോലും ഇന്ത്യൻ ടീം നേടിയില്ല. മാലദ്വീപിനെതിരെ 3-0 വിജയിച്ചതാണ് സമീപകാലത്തെ ഇന്ത്യൻ ടീമിന്റെ ഏക വിജയം. 489 ദിവസങ്ങൾക്കിടയിൽ ഇന്ത്യ നേടിയ ഏക വിജയമായിരുന്നു ഇത്.